ഏതാണ്ട് 1 കോടി രൂപയോളം ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പണം നമ്മുടെ ഇന്ത്യയുടെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നന്നായി വരുന്നതിനനുസരിച്ച് ഒരു 4 കോടി രൂപയോളൊക്കെ എത്താനുള്ള സാധ്യതയും കവുങ്ങിനും ഒരേ തളപ്പിടാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു. 6 വർഷം കൊണ്ട് നമ്മുടെ വീട് നിർമ്മാണത്തിന്റെ ചെലവ് ഇരട്ടിയാവാനുള്ള സാധ്യത ഞാൻ കാണും. ഞാൻ സുബീഷാണ്, റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. റുപ്പിമംഗിന്റെ വീഡിയോകൾ കണ്ട് KSFE ചിട്ടികളിൽ ചേരുകയും KSFE ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇടുകയും ചെയ്ത കുറെ പേരുണ്ട്. പക്ഷെ KSFEയിൽ നിന്ന് പണം പിൻവലിച്ചിട്ട് അത് മറ്റ് ചില നിക്ഷേപ രീതികളാക്കി മാറ്റി. അതും ചെറിയ എമൗണ്ട് ഒന്നുമില്ല, 1 കോടിയോളം രൂപ KSFEയിൽ നിന്ന് നമ്മളുടെ വീഡിയോകൾ കണ്ട് പിൻവലിച്ച ഒരാളുടെ കഥയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് സ്ഥിരമായിട്ട് KSFE ചിട്ടികളിൽ ചേർന്നിട്ടുള്ള ഒരാള് നമ്മളെ ഈ അടുത്ത് വിളിച്ചിരുന്നു. അദ്ദേഹം ചിട്ടികളിൽ ചേർന്ന് അതിൽ നിന്ന് ലാഭം എടുത്ത് മറ്റു ചിട്ടികളിൽ ചേർന്ന് അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിന്റെ പലിശ കൊണ്ട് മറ്റുള്ള ചിട്ടികളിൽ ചേർന്നൊക്കെ ധാരാളം എമൗണ്ട് KSFEയിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 കോടി രൂപയോളം ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പണം അദ്ദേഹത്തിന്റെ ചെറുകിട ഇടത്തരം ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് എങ്ങനെയാണ് അദ്ദേഹം KSFEയിൽ നിന്ന് എടുത്തുകൊണ്ട് നിക്ഷേപിച്ചത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മൾ ഏത് നിക്ഷേപം നടത്തുമ്പോഴായാലും നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി നിക്ഷേപിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ എത്ര രൂപയാണ് നിക്ഷേപിക്കുന്നത്, അതിൽ നിന്ന് എന്തുമാത്രം നേട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ നമ്മൾ ആ നിക്ഷേപം നടത്തുമ്പോൾ എന്തുമാത്രം ചെലവുകൾ നമുക്ക് വരുന്നുണ്ട്, ഏതൊക്കെയാണ് അതിന്റെ റിസ്കുകൾ ഉള്ളത്, എന്തൊക്കെയാണ് അതിന്റെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളെ 3 പ്രധാന ആവശ്യങ്ങളാക്കിയിട്ട് തരംതിരിച്ചു. അവിടെ ഇവിടെയായിട്ട് മറ്റു ചെറിയ ആവശ്യങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ മാനേജ് ചെയ്യാനുള്ള കാശ് അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. അദ്ദേഹത്തിന് ഒരു 2 വർഷത്തിനുള്ളിൽ ഒരു 20 ലക്ഷം രൂപയൊക്കെ അദ്ദേഹത്തിന്റെ സിസ്റ്ററിനെ ഒരു പാർട്ടീഷൻ എമൗണ്ട് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ, ഒരു 6 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 30 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു വീട് അദ്ദേഹത്തിന് നിർമ്മിക്കാനും താല്പര്യമാണ്. അത് മാത്രമല്ല ഒരു 20 വർഷത്തോളം 15-20 വർഷത്തിനൊക്കെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്ത് ഉള്ള സമ്പാദ്യത്തിൽ നിന്ന് ഏകദേശം ആ സമയത്ത് ഒരു 1.5 ലക്ഷം രൂപയൊക്കെ മാസം കിട്ടുന്ന രീതിയിൽ നിക്ഷേപിക്കാനായിട്ട് താല്പര്യമുണ്ട്. അപ്പൊ ഇത് മൂന്ന് തരത്തിലുള്ള ഗോളുകളാണ് അല്ലെ. അതായത് സിസ്റ്ററിന്റെ പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അടുത്ത് 1-2 വർഷത്തിനുള്ളിൽ വേണ്ട തുകയാണ്. അത് എന്താണ്, ഷോർട്ട് ടേം ആവശ്യമാണ്. അടുത്തത് മീഡിയം ടേം ആവശ്യമായിട്ടുള്ളത് ഒരു വീടുണ്ടാക്കുക എന്നുള്ളതാണ്. വീടുണ്ടാക്കുന്നത് ഒരു 6 വർഷത്തിനുള്ളിലായതുകൊണ്ട് തന്നെ അത്ര അകലെയുമല്ല എന്നാൽ അത്ര അടുത്തുമല്ല എന്നുള്ള തരത്തിലുള്ള ഒരു മീഡിയം ടേം ആവശ്യമാണ്. മൂന്നാമത്തേത് ഒരു 15-20 വർഷത്തിന് ശേഷം ഒരു റിട്ടയർമെന്റ് ആവശ്യത്തിനായിട്ട് ഒരു 1.5 ലക്ഷം രൂപ മാസം കിട്ടുന്ന രീതിയിലുള്ള ഒരു നിക്ഷേപം ഉണ്ടാക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ലോങ് ടേം ആവശ്യമാണ്. അപ്പൊ ഈ 1 കോടി രൂപ അദ്ദേഹം KSFEയിൽ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാണ് നമ്മുടെ റുപ്പിമംഗ് സർവീസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് 8848030018 വാട്സ്ആപ്പ് ചെയ്തത്. ഞാൻ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തു. അത് അദ്ദേഹമായിട്ട് സംസാരിച്ചതിൽ നിന്ന് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് 3 ഗോളുകൾക്കും 3 ഡിഫറെന്റ് രീതിയിലാണ്. എല്ലാത്തിനും രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നന്നാവില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാലോ അല്ലെ. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പിടാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞ പോലെ നമ്മൾക്ക് ഷോർട്ട് ടേം ആവശ്യമായാലും മീഡിയം ടേം ആവശ്യമായാലും ലോങ് ടേം ആവശ്യമായാലും അതിൻ്റെതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതികൾ നമ്മൾ ഫോളോ ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനെ ഷോർട്ട് ടേം ആവശ്യത്തിനായിട്ട് ഞാൻ 1 ലക്ഷം രൂപ പെങ്ങൾക്ക് ഒരു വർഷത്തിനും 2 വർഷത്തിനൊക്കെ ഇടയ്ക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ആ 20 ലക്ഷം രൂപ KSFEന്ന് എടുക്കാതിരിക്കുകയാണെന്നില്ല. കാരണം എന്താ വെച്ചാൽ KSFEയിൽ ഇപ്പോ വന്ദനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമുണ്ട്. വന്ദനം സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ മാതാപിതാക്കള് സീനിയർ സിറ്റിസൺസ് ആണ്, അതുകൊണ്ട് അവർക്ക് 8.75% പലിശ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ആളുകൾക്ക് 8.5% കിട്ടുന്ന സ്കീമുകളും അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ തന്നെ ഇടുക എന്നുള്ളതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിലുള്ള സജഷനാണ് കൊടുത്തത്. ഇനി അവിടെ ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ട്രഷറിയിൽ 7.5% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ബാങ്കുകളിൽ 7.5 മുതൽ 8.5 വരെ ശതമാനം പലിശ തരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ബാങ്കുകളിലും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലും ഒക്കെ നിക്ഷേപിക്കുന്നത് താല്പര്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ, അതായത് നഷ്ടസാധ്യത കുറഞ്ഞ മ്യൂച്വൽ ഫണ്ടുകളായിട്ടുള്ള ഷോർട്ട് ടേം ഡെറ്റ് ഫണ്ടുകൾ പോലുള്ള അല്ലെങ്കിൽ ലോങ് ടേം ഡെറ്റ് ഫണ്ടുകൾ പോലുള്ള കോർപ്പറേറ്റ് ഡെറ്റ് ഫണ്ടുകൾ പോലുള്ള കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകൾ പോലുള്ള നിക്ഷേപങ്ങളിൽ
മ്യൂച്വൽ ഫണ്ട് വഴി നിക്ഷേപിക്കാവുന്ന. ഈ 2 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനോ കൂടുതൽ ട്രയൽ ആൻഡ് എറർ നടത്താനോ ഒന്നും സമയമില്ല. ഈ 2 വർഷം എന്നുള്ളത് കണ്ണടച്ച് തുറക്കും മുമ്പ് തീരും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോ അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞു. അടുത്തത് 6 വർഷത്തേക്കുള്ള നിക്ഷേപം എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന് ഒരു വീട് വെക്കണം. വീടിന്റെ ഇപ്പോഴത്തെ ഒരു മൂല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30 ലക്ഷമാണ്. 6 വർഷം കഴിയുമ്പോൾ ഈ 30 ലക്ഷത്തിനൊന്നും അദ്ദേഹത്തിന് വീട് വെക്കാൻ പറ്റില്ല. ഒരു 60 ലക്ഷം കൂട്ടിക്കോളൂ. 6 വർഷം കൊണ്ട് നമ്മളുടെ വീട് നിർമ്മാണത്തിന്റെ ചെലവ് ഇരട്ടിയാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ 60 ലക്ഷം രൂപ ആ സമയത്തേക്ക് കിട്ടുന്നതിനായിട്ട് ഒരു 25 മുതൽ 30 ലക്ഷം രൂപ വരെ ഞാൻ 2-3 മ്യൂച്വൽ ഫണ്ടുകളാണ് പറഞ്ഞു കൊടുത്തത്. ഒന്നാമത്തേത് ഒരു ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്, മറ്റൊരു ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട്. അതിന്റെ ഒരു കോമ്പിനേഷനിലൂടെ അവർക്ക് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. അതായത് ഒരു 30 ലക്ഷം രൂപ ഒരു 5-6 തവണയായിട്ട് ഈ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിലും ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടിലും ഇടാനായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് ഒരു 6 വർഷം കൊണ്ട് അത് ഇരട്ടിയോളം ആവുകയും 60 ലക്ഷത്തിന് മേളിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 6 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് താല്പര്യപ്പെട്ട ഒരു വീട്, ഏകദേശം 60 ലക്ഷത്തിന് മേളിലുള്ള ഒരു വീട് നമുക്ക് നിർമ്മിക്കാനും പറ്റും. മൂന്നാമത്തേത് അദ്ദേഹത്തിന്റെ ഒരു വെൽത്ത് ബിൽഡിംഗ് ഗോളാണ്, അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് പ്ലാനിങ് ഗോളാണ്. അത് അദ്ദേഹത്തിന് 15 മുതൽ 20 വർഷം വരെ സമയം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കൊടുത്തു. അതിനു വേണ്ടിയിട്ട് 2 സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് കൊടുത്തത്. ഒന്ന് അദ്ദേഹത്തിന് ഒരു മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു സെറ്റും മറ്റൊന്ന് ഒരു ഷെയറിന്റെ ഒരു സെറ്റുമാണ് കൊടുത്തത്. ആ മ്യൂച്വൽ ഫണ്ടുകളുടെ സെറ്റില് ഫ്ലെക്സി ക്യാപ്പുകളുണ്ട്, അതുപോലെ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അതുപോലെ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടുകളുണ്ട്. അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് ചെയ്യാം. 8848030018 ആണ്. 20 വർഷത്തെ ആവശ്യത്തിനായിട്ട് നമ്മൾ 50 ലക്ഷം രൂപ അതിനുവേണ്ടി മാറ്റിവെക്കാനായിട്ട് പറഞ്ഞു. അതായത് 25 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിലും 25 ലക്ഷം രൂപ സ്റ്റോക്കിലും, അല്ല എന്നുണ്ടെങ്കിൽ ഒരു 20 ലക്ഷം രൂപ സ്റ്റോക്കിലും 30 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിലും എന്നുള്ള രീതിയിൽ. അത് ചെയ്യേണ്ടതും സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഒരു 15-20 വർഷം കൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നന്നായി വരുന്നതിനനുസരിച്ച് ഒരു 4 കോടി രൂപയോളൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. ആ 4 കോടി രൂപ നമ്മൾക്കുള്ളൊരു സമയത്ത് നിന്ന് 1.5 ലക്ഷം രൂപ ഓരോ മാസവും നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തത്. ഇതുപോലെ നമ്മൾ മുൻപും 1-2 പേർക്ക് ഇതുപോലുള്ള ഡയറക്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഡയറക്ഷനുകൾ കാണുന്നതിനായിട്ട് ഈ വീഡിയോകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.